ഹായ് ഡിയർ സ്റ്റുഡൻസ്, എക്സൈസ് 13.3 വരുന്ന 8 മുതൽ 14 വരെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 8ാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് അവിടെ ഒരു ഫാക്ടറിയിൽ 2 മെഷീൻസ് ഉണ്ട്, മെഷീൻ എയും മെഷീൻ ബിയും ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുക. അതിനുശേഷം പറയുകയാണ് പാസ്റ്റ് റെക്കോർഡ് അനുസരിച്ച് അവിടെ 60% ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മെഷീൻ എ ആണെന്നും 40% ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മെഷീൻ ബി ആണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ദെൻ പറയുകയാണ് അവിടെ മെഷീൻ എ ഉണ്ടാക്കുന്ന 2% ഐറ്റംസ് ഡിഫക്റ്റീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ മെഷീൻ ബി ഉണ്ടാക്കുന്ന 1% ഐറ്റംസും ഡിഫക്റ്റീവ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുക. അതിനുശേഷം ഈ ഐറ്റംസ് എല്ലാം കൂടെ ഒരിടത്ത് വെച്ചിട്ട് അവിടെ നിന്നും നമ്മൾ ഒരെണ്ണം റാൻഡമായിട്ട് ചൂസ് ചെയ്യാണ് എന്നാണ് പറഞ്ഞിരിക്കുക. അങ്ങനെ ചൂസ് ചെയ്യുന്നത് ഡിഫക്റ്റീവ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ചോദിക്കുന്നത് എന്താ, വാട്ട് ഇസ് പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് വാസ് പ്രൊഡ്യൂസ്ഡ് ബൈ മെഷീൻ ബി എന്നാണ്. അപ്പോൾ നോക്കുക, അവിടെ ഉണ്ടാകുന്ന ഐറ്റംസിൽ നിന്ന് നമ്മൾ ഒരെണ്ണം എടുത്തു, അത് ഡിഫക്റ്റീവ് ആണെന്ന് മനസ്സിലായി എങ്കിൽ അത് എവിടെ നിന്നായിരിക്കണം, അത് മെഷീൻ ബിയിൽ നിന്ന് ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുക. ഇവിടെ നമ്മൾ ബേസ് തിയറം തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഇവൻസ് എഴുതാം. 2 ഇവൻസ് ആണ് ഉണ്ടാവുക അല്ലേ, E1ഉം E2 ഉണ്ടായിരിക്കും. അപ്പോൾ E1 എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം ഐറ്റം ഫ്രം മെഷീൻ എ ആണെന്ന് പറയാം അല്ലേ. അപ്പോൾ ഐറ്റം നമുക്ക് കിട്ടുന്ന ഐറ്റം ഫ്രം മെഷീൻ എ ആണ്. അതിനെയാണ് നമ്മളിവിടെ E1 എന്നെടുക്കുക. അടുത്ത് നമ്മൾ E2 എന്ന് എടുക്കുമ്പോൾ ഐറ്റം ഫ്രം മെഷീൻ ബി ആണ് അല്ലേ. രണ്ടാമത്തേന് നമ്മൾ ബി എന്നെടുത്തു. അതിനുശേഷം നമ്മൾ എടുക്കുന്ന എ എന്ന് പറഞ്ഞാൽ എന്താണ്, ഐറ്റം എന്തായിരിക്കണം, ഐറ്റം ഡിഫക്റ്റീവ് ആയിരിക്കണം. നമുക്ക് എഴുതാം ഐറ്റം ഈസ് ഡിഫക്റ്റീവ് അല്ലേ, ഐറ്റം ഈസ് ഡിഫക്റ്റീവ് എന്ന് എഴുതി. അതിനുശേഷം നമ്മൾ കണ്ടുപിടിക്കേണ്ട പ്രോബബിലിറ്റി ഫോർമുല എഴുതാറുണ്ട്. അങ്ങനെ എഴുതുമ്പോൾ നമ്മൾ എഴുതുന്നത് എന്താ, പി ഓഫ് E1 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E1 പ്ലസ് പി ഓഫ് E2 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E2. ഇതാണ് നമ്മുടെ ഡിനോമിനേറ്റർ വരിക. ന്യൂമറേറ്ററിൽ എഴുതുമ്പോൾ നമ്മൾ ഇതുവരെ എഴുതിയതെല്ലാം E1 എന്ന രീതിയിലായിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇത് മെഷീൻ ബിയുടെ കേസാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ മെഷീൻ ബിയുടെ കേസ് നമ്മളിവിടെ E2 എന്നാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് E1 അല്ല എഴുതേണ്ടത്, നമുക്ക് ഇവിടെയുള്ള പി ഓഫ് E2 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E2 എന്നുള്ളതാണ് ന്യൂമറേറ്ററിൽ എഴുതേണ്ടത്. ഇനി നമുക്ക് E1 എഴുതണമായിരുന്നെങ്കിൽ നമ്മളിവിടെ എഴുതുമ്പോൾ എന്ത് ചെയ്യണമായിരുന്നു, അവിടെ E1 എന്ന് പറയുന്നത് അത് മെഷീൻ ബി ആണെന്ന് എടുത്തിട്ട് E2 എന്ന് പറയുന്നത് മെഷീൻ എയിൽ നിന്നാണ് എന്ന് തിരിച്ച് എഴുതിയാൽ മതിയായിരുന്നു. അപ്പം ഞാൻ എന്താണ് ആദ്യം തന്നതിന് E1 രണ്ടാമത്തേന് E2 എന്ന് വിളിച്ചു. അങ്ങനെ വന്നപ്പോൾ രണ്ടാമത്തെ മെഷീൻ ബിയുടെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ എഴുതിയപ്പോൾ പി ഓഫ് E2 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E2 എന്നാണ് എഴുതുന്നത്. അങ്ങനെ വന്നപ്പോൾ കണ്ടുപിടിക്കേണ്ട ആളാരായി, അത് പി ഓഫ് E2 ഗിവൺ എ എന്നുള്ളതാണ്. നോക്കുക, അവിടെയുള്ള ഐറ്റം ഡിഫക്റ്റീവ് ആണ്, അതെവിടെ നിന്നായിരിക്കണം, അത് മെഷീൻ ബിയിൽ നിന്നായിരിക്കണം. അപ്പം അതുകൊണ്ട് ഈ കേസിൽ നമ്മൾ എടുത്തതനുസരിച്ച് പി ഓഫ് E2 ഗിവൺ എ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇനി കണ്ടുപിടിക്കുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നോക്കുക ഡിനോമിനേറ്റർ വരുമ്പോൾ പി ഓഫ് E1 എന്ന് പറഞ്ഞാൽ ഐറ്റം എന്തായിരിക്കണം, അത് മെഷീൻ എയിൽ നിന്നായിരിക്കണം. അപ്പോൾ നോക്കുക, മെഷീൻ എ ഉണ്ടാക്കുന്നത് 60% ആണെങ്കിൽ അവിടുത്തെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 60/100 ആണ്. ഇൻറ്റു അവിടുത്തെ മെഷീൻ എയിലെ ഡിഫക്റ്റീവ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി എന്താണ്, അത് 2% ആണ് ഡിഫക്റ്റീവ്. അപ്പോൾ പ്രോബബിലിറ്റി എടുക്കുമ്പോൾ നമുക്കിവിടെ 2/100 എന്നാണ് കിട്ടുക. പ്ലസ് അടുത്ത് നോക്കി ഐറ്റം മെഷീൻ ബിയിൽ നിന്നായിരിക്കണം, അവിടെ 40% ആണ്. 40/100 എന്ന് പറഞ്ഞു. അതിൻ്റെ പ്രോബബിലിറ്റി തന്നിരിക്കുന്നത് അവിടെ ഡിഫക്റ്റീവ് ആണുള്ള പ്രോബബിലിറ്റി തന്നിരിക്കുന്നത് 1% എന്ന് പറയുമ്പോൾ 1/100 എന്നാണ് തന്നിരിക്കുക. അപ്പോൾ നമ്മളത് അവിടെ എഴുതി. അതിനുശേഷം രണ്ടാമത്തെ കേസാണല്ലേ, ഇവിടെ നമുക്ക് രണ്ടാമത്തെ കേസാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള 40/100 ഇൻറ്റു 1/100 എന്നുള്ളതാണ് നമ്മൾ ന്യൂമറേറ്ററിൽ എഴുതേണ്ടത്. അതിനുശേഷം നമ്മൾ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് നോക്കി. ഇവിടെ നമുക്ക് 10,000 കോമൺ ഡിനോമിനേറ്റർ കിട്ടും. അതുകൊണ്ട് ന്യൂമറേറ്ററിൽ നമ്മൾ 40/10,000 എന്ന് എഴുതി. ഡിനോമിനേറ്ററിൽ വരുമ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് 120/10,000 പ്ലസ് നമുക്കവിടെ 40/10,000 എന്നാണ് വരിക. അപ്പോൾ നമുക്കവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 40/10,000 ഇവിടെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. നമുക്കവിടെ 160 അല്ലേ, 160 എന്നാണ് വരുന്നത്, /10,000 എന്ന് വന്നു. അപ്പോൾ നമ്മൾ 10,000 കട്ട് ചെയ്തപ്പോൾ 40/160 എന്നാണ് കിട്ടിയത്. അപ്പോൾ അതിന് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ആദ്യം 0 കട്ട് ചെയ്തു, ദെൻ 4 കട്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ 1/4 എന്നാണ് 8ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടുന്നത്. 9ാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ തന്നിരിക്കുന്നത് 2 ഗ്രൂപ്പ്സ് കോമ്പീറ്റ് ചെയ്യുകയാണ്.
അവിടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലുള്ള പൊസിഷന് വേണ്ടിയിട്ടാണ് കോമ്പറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ഗ്രൂപ്പ് വിൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി 0.6 എന്നും സെക്കൻഡ് ഗ്രൂപ്പ് വിൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി 0.4 എന്ന് തന്നിട്ടുണ്ട്. അതിനുശേഷം പറയുകയാണ് ഫസ്റ്റ് ഗ്രൂപ്പാണ് വിൻ ചെയ്യണമെങ്കിൽ അവരൊരു ന്യൂ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 0.7 എന്ന് തന്നിരിക്കുകയാണ്. ഒപ്പം സെക്കൻഡ് ഗ്രൂപ്പാണ് വിൻ ചെയ്യണമെങ്കിൽ പുതിയ പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ള പ്രോബബിലിറ്റി 0.3 എന്നുമാണ് തന്നിരിക്കുക. അതിനുശേഷം നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ന്യൂ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് വാസ് ബൈ സെക്കൻഡ് ഗ്രൂപ്പ് എന്നാണ്. അപ്പോൾ നോക്കുക, അവിടെ ഓൾറെഡി ന്യൂ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു എങ്കിൽ അത് സെക്കൻഡ് ഗ്രൂപ്പിൽ നിന്നാവണം എന്നാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ നോക്കുമ്പോൾ ന്യൂ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് രണ്ട് രീതിയിൽ വരാം. ഒന്നില്ലെങ്കിലോ ഫസ്റ്റ് ഗ്രൂപ്പ് വിൻ ചെയ്തു ദെൻ ഫസ്റ്റ് ഗ്രൂപ്പ് പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് പറയാം, അല്ലെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പ് വിൻ ചെയ്തു എന്നിട്ടോ അവർ പുതിയ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് പറയാം. അപ്പോൾ നോക്കുമ്പോഴും ഇവിടെയും ബേസ് തീരം തന്നെയാണ്. നമുക്ക് ഇവൻസ് എടുക്കണം. നമ്മൾ ഈവൻ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഗ്രൂപ്പ് വിൻ ചെയ്യണം എന്നെടുക്കാം. ഈ ടു ആയിട്ട് സെക്കൻഡ് ഗ്രൂപ്പ് വിൻ ചെയ്തു എന്നെടുക്കാം. എഴുതുമ്പോൾ ഈവൻ എന്ന് പറയണത് ഫസ്റ്റ് ഗ്രൂപ്പ് വിൻസ് ആണ് എന്ന് നമുക്ക് എഴുതി വയ്ക്കാം. ഈ ടു എന്ന് പറയുന്നത് സെക്കൻഡ് ഗ്രൂപ്പ് അല്ലേ, നമുക്കവിടെ സെക്കൻഡ് ഗ്രൂപ്പാണ് വിൻ ചെയ്യണത്, അതിനെയാണ് നമ്മൾ E2 എന്നെടുക്കുക. എ എന്ന് പറയുമ്പോൾ പുതിയ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ് അല്ലേ. അപ്പം നമുക്ക് പറയാം ന്യൂ പ്രോഡക്റ്റ് അല്ലേ, ന്യൂ പ്രോഡക്റ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ്. അവരവിടെ പുതിയ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളതിനെയാണ് നമ്മളവിടെ എ എന്നെടുക്കുക. അങ്ങനെ നോക്കിയപ്പോഴും നമ്മൾ ഫോർമുല എഴുതണം. എഴുതുമ്പോൾ നമ്മുടെ ഡിനോമിനേറ്റർ പി ഓഫ് E1 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E1 പ്ലസ് പി ഓഫ് E2 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E2 എന്നാണ് വരിക. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് വേണ്ടത് എന്താ, സെക്കൻഡ് ഗ്രൂപ്പിലാണ് അവിടെ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞിരിക്കുക. നമ്മളതിന് E2 എന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കേസാണ് അല്ലേ, E2ൻ്റെ കേസാണ് ന്യൂമറേറ്ററിൽ വരേണ്ടത്. സോ പി ഓഫ് E2 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E2 എന്ന് പറഞ്ഞു. അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് പി ഓഫ് E2 ഗിവൺ എ എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്കവിടെ നോക്കുമ്പോൾ ഡിനോമിനേറ്റർ ആദ്യം എഴുതാം. പി ഓഫ് E1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഗ്രൂപ്പ് വിൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി ആണ്. ഇവിടെ ഡയറക്റ്റ്ലി പ്രോബബിലിറ്റി തന്നിരിക്കുന്നത് എന്താണ്, അത് 0.6 എന്നാണ് തന്നിരിക്കുക. ഞാൻ നോക്കുക, ഫസ്റ്റ് ഗ്രൂപ്പാണ് വിൻ ചെയ്യണമെങ്കിൽ അവർ പുതിയ പ്രൊഡക്റ്റ് കൊണ്ടുവരാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 0.7 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. പ്ലസ് രണ്ടാമത്തെ ഗ്രൂപ്പ് വിൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.4 എന്നാണ് തന്നിരിക്കുന്നത്. അവർ പുതിയ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.3 എന്നുമാണ് തന്നിരിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് രണ്ടാമത്തെ കേസാണ് ന്യൂമറേറ്ററിൽ വരേണ്ടത്. അപ്പോൾ നമ്മൾ എഴുതും 0.4 ഇൻറ്റു 0.3 എന്ന് എഴുതി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കിവിടെ 0.12 എന്ന് കിട്ടി. ഇവിടെ ആകുമ്പോൾ നമുക്ക് 0.42 പ്ലസ് 0.12 എന്നാണ് കിട്ടിയിരിക്കുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.12 ഡിവൈഡ് ബൈ നമുക്കവിടെ 0.54 എന്ന് കിട്ടുകയാണ്. നമ്മളവിടെ 100 കൊണ്ട് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കവിടെ 12 ഡിവൈഡ് ബൈ 54 എന്നാണ് കിട്ടുക. നമുക്കവിടെ 6 കട്ട് ചെയ്യുക അല്ലെ, 6 കട്ട് ചെയ്യുമ്പോൾ 2 ഡിവൈഡ് ബൈ 9 എന്നാണ് ഇവിടുത്തെ ആൻസർ കിട്ടുന്നത്. 10ാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ഗേള് ഒരു ഡൈ എറിയാണ്. അപ്പോൾ കിട്ടുന്ന ഔട്ട്കം 5ഓ 6ഓ ആണെങ്കിൽ അവൾ എന്ത് ചെയ്യും, അവൾ കോയിൻ 3 ടൈംസ് ടോസ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുക. അതിനുശേഷം നമ്പർ ഓഫ് ഹെഡ്സ് മാർക്ക് ചെയ്യുകയാണ്. ഇനി നോക്കുക, ഡൈയിൽ കിട്ടിയത് 1ഓ 2ഓ 3 അല്ലെങ്കിൽ 4 ആയിരുന്നെങ്കിൽ കോയിൻ ഒരു തവണയാണ് എറിയണത്, എന്നിട്ട് ഹെഡാണോ ടെയിലാണോ കിട്ടുന്നതെന്ന് മാർക്ക് ചെയ്യും. അതിനുശേഷം ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇഫ് ഷീ ഒബ്റ്റൈൻഡ് എക്സാക്ട്ലി 1 ഹെഡ് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഷീ ത്രോ 1 2 3 or 4 വിത്ത് ഡൈ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അത് എക്സാക്ട്ലി 1 ഹെഡ് എന്നുള്ളതാണ്. അതിനുശേഷം പ്രോബബിലിറ്റി ചോദിച്ചിരിക്കുന്നത് എന്താണ്, ആ ഹെഡ് വന്നത് ഡൈയിൽ 1ഓ 2ഓ 3ഓ 4ഓ വന്ന കേസിലാകാനുള്ള എന്ന രീതിയിലാണ് ചോദിച്ചിരിക്കുക. അപ്പോൾ നോക്കുക, നമുക്കിവിടെ ഈവൺ ആയിട്ട് ആദ്യം എടുക്കാൻ പറ്റുന്ന എന്താ ഔട്ട്കം എന്ന് പറയുന്നത് 5 or 6 ആണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് എഴുതാം ഔട്ട്കം ഈസ് 5 or 6 അല്ലേ. അപ്പോൾ നമ്മൾ ഡൈ എറിഞ്ഞപ്പോൾ ഔട്ട്കം എന്ന് പറയുന്നത് 5 or 6, അതിന് നമ്മൾ E1 എന്ന് എടുത്തു. E2 എന്ന് പറയണതോ ഔട്ട്കം എന്ന് പറയണത് അത് 1 2 3 or 4 ആണ് എന്നെടുത്തു. ഇനി നോക്കുക, എ ആയിട്ട് എടുക്കണത് എന്താണ്, അത് എക്സാക്ട്ലി 1 ഹെഡ് എന്നുള്ളതാണല്ലേ. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്, അവിടെ എക്സാക്ട്ലി 1 ഹെഡാണ് നമുക്ക് അവിടെ കോയിനിൽ നിന്നും കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് എഴുതാം എക്സാക്ട്ലി 1 ഹെഡ് അല്ലേ. അപ്പോൾ ഈ കേസിലും നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഫോർമുല എഴുതണം. ഡിനോമിനേറ്റർ എപ്പോഴും പി ഓഫ് E1 ഇൻറ്റു പി ഓഫ് എ ഗിവൺ ഈ 1 ആണ്, പ്ലസ് പി ഓഫ് E2 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E2 ആണ്. ഈ കേസിൽ നോക്കുക, നമുക്ക് വേണ്ടത് ഔട്ട്കം 1 2 3 or 4 നിന്നാണ്. അതിന് നമ്മൾ E2 എന്നാണ് വിളിച്ചിരിക്കുക.
അപ്പോൾ ഈ കേസാണ് നമുക്ക് ന്യൂമറേറ്ററിൽ വരുന്നത്. സോ പി ഓഫ് E2 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E2 എന്ന് വന്നു. അപ്പോൾ കണ്ടുപിടിക്കേണ്ട ആളപ്പോൾ ആരായിട്ട് മാറി? അത് പി ഓഫ് E2 ഗിവൺ എ ആണല്ലേ. നോക്കുക, എക്സാക്ട്ലി 1 ഹെഡ് എന്നുള്ള ഔട്ട്കം ഉണ്ട്. അത് എവിടെ നിന്നായിരിക്കണം? 1 2 3 4 ഡയൽ കിട്ടിയപ്പോഴായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുക. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. ഇനി നമുക്കത് കണ്ടുപിടിക്കാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നോക്കുക, നമ്മൾ എഴുതുമ്പോൾ ഈ കേസിൽ പി ഓഫ് E1 എന്ന് പറഞ്ഞാൽ ഔട്ട്കം 5 or 6 ആയിരിക്കണം. അപ്പോൾ ഡയർ ചെയ്യുമ്പോൾ 5 or 6 കിട്ടുക എന്ന് പറഞ്ഞാൽ 2 എണ്ണമാണ്. എത്രയിൽ? ടോട്ടൽ 6 ആണല്ലേ. അപ്പോൾ നമുക്കവിടെ ആ 2/6 ആണ് അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയാം. ഇനി നോക്കുക, ആ കേസിൽ 5 or 6 കിട്ടുന്ന കേസിൽ നമ്മൾ കോയിൻ എത്ര തവണ എറിയുന്നത്? 3 തവണയാണ് എറിയുന്നത്. അവിടെ നമ്പർ ഓഫ് ഹെഡ്സ് ആണ് നോട്ട് ചെയ്യുന്നത്. അതിൽ എക്സാക്ട്ലി 1 ഹെഡ് വരുന്ന കേസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നോക്കുമ്പോൾ അവിടുത്തെ ഔട്ട്കംസ് ഒന്ന് എഴുതി നോക്കേണ്ടി വരും അല്ലേ. അവിടെ നോക്കുമ്പോൾ നമ്മൾ 3 തവണ എറിയുമ്പോൾ നമുക്കറിയാം എച്ച് 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 ടി, ദെൻ എച്ച് ടി എച്ച് ടി എച്ച് എച്ച്, ദെൻ എച്ച് ടി 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 എച്ച് ടി, ദെൻ ടി ടി എച്ച് ടി 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 അല്ലേ. ഇത്രയും ഔട്ട്കംസ് ആണ് നമ്മൾ കോയിൻ 3 തവണ എറിയുമ്പോൾ കിട്ടുക. അതിൽ എക്സാക്ട്ലി 1 ഹെഡ് വരുന്ന എത്ര പേരുണ്ടെന്ന് നോക്കണം അല്ലേ. അങ്ങനെ നോക്കുമ്പോൾ എത്ര പേരുണ്ട്? 1 2 3 പേരിലാണ് എക്സാക്ട്ലി 1 ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ടോട്ടൽ 8 ഔട്ട്കംസ് ഉണ്ട്. അതിൽ 3 എണ്ണത്തിലാണ് എക്സാക്ട്ലി 1 ഹെഡ്. അപ്പോൾ ഈ കേസിൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് 3/8 എന്നാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പോൾ നോക്കുക, നമ്മളവിടെ ഔട്ട്കംസ് എഴുതി നോക്കിയപ്പോൾ അവിടെ 3 എണ്ണത്തിൽ എക്സാക്ട്ലി 1 ഹെഡ് എന്ന് കിട്ടി. മൊത്തം 8 ആയിരുന്നു. അതുകൊണ്ടാണ് 3/8 എന്ന് അവിടെ എഴുതിയത്. ഇനി നോക്കുക, അടുത്ത എന്താ ഔട്ട്കം എന്ന് പറയുന്നത്? 1 2 3 or 4 ആയിരിക്കണം. അപ്പോൾ നോക്കി ഡയർ ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടുക എന്ന് പറഞ്ഞാൽ 4 ഔട്ട്കംസ് ആണ് ബൈ 6. അതാണ് അവിടുത്തെ പി ഓഫ് E2 എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ കോയിൻ 1 തവണയാണ് എറിയണത്. അപ്പോൾ നോക്കുക, ഹെഡ് അല്ലെങ്കിൽ ടെയിൽ, അത്രേ ഉള്ളൂ അല്ലേ. അവിടെ നമുക്ക് എക്സാക്ട്ലി 1 ഹെഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? ഹെഡ് കിട്ടണം. അപ്പോൾ നോക്കുക, 1/2 എന്നുള്ളതാണ് അവിടുത്തെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇതിൽ രണ്ടാമത്തെ കേസാണ് ന്യൂമറേറ്ററിൽ വേണ്ടത്. സോ 4/6 ഇൻറ്റു 1/2 ആ കേസാണ് നമുക്കവിടെ ന്യൂമറേറ്ററിൽ എഴുതാനായിട്ട് പറ്റുക. നമുക്കിനി ഇവിടെ സിംപ്ലിഫൈ ചെയ്യാം. ഞാൻ ആദ്യം ഈ 2 കട്ട് ചെയ്തിട്ട് ഇവിടെ 2 എന്ന് എഴുതി, അതിനുശേഷം ഇവിടെ 2ഉം 6ഉം കൂടെ കട്ട് ചെയ്തപ്പോൾ 3 എന്നാണ് എഴുതുന്നത്. ഇവിടെ നമുക്ക് കട്ട് ചെയ്യാം. നോക്കിയപ്പോൾ ഇവിടെ 2, ദെൻ ഇവിടെ 6ൽ കട്ട് ചെയ്യുമ്പോൾ 3 ആണ്, ദെൻ 3ഉം ഇവിടുത്തെ 3ഉം കൂടെ കട്ട് ചെയ്തു, ദെൻ 1 എന്നാണ് വന്നത്. ഇവിടെ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ അല്ലേ, നമുക്കിവിടെ കട്ട് ചെയ്യുമ്പോൾ 1/3 എന്നാണ് വരിക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ന്യൂമറേറ്ററിൽ 1/3 എന്ന് വന്നു. ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ 1 ആണ്, ഇവിടെ 1 ആണല്ലേ, പിന്നെ എന്താ ഉള്ളൂ? 8 മാത്രമേ ഉള്ളൂ. സോ ഇവിടെ 1/8 എന്നാണ് കിട്ടുക. പ്ലസ് ഇവിടെ എന്താണ്? അത് 1/3 എന്നുമാണ് വന്നിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 ഡിവൈഡ് ബൈ, ഒന്നില്ലെങ്കിൽ LCM എടുക്കുക അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ആണെങ്കിൽ 3 + 8 ഡിവൈഡ് ബൈ നമുക്ക് 24 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 ഡിവൈഡ് ബൈ നമുക്കവിടെ 11 ഡിവൈഡ് ബൈ 24 എന്നാണ് കിട്ടുക. അഥവാ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു 24/11 എന്ന് വന്നു. നമുക്കവിടെ 3 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 8 എന്നാണ് കിട്ടുക. സോ 8/11 എന്നാണ് 10ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. 11ാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഒരു മാനുഫാക്ചറർക്ക് 3 മെഷീൻ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. എയും ബിയും സിയും എന്ന രീതിയിൽ 3 പേരുണ്ട്. അതിൽ എ എന്ന് പറയുന്ന ആൾ 1% ഡിഫക്റ്റീവ് ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുക. ബി എന്ന് പറയുന്ന ആൾ 5% ഡിഫക്റ്റീവ് ഐറ്റംസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സി എന്ന് പറയുന്ന ആൾ 7% ഡിഫക്റ്റീവ് ഐറ്റംസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പറയുകയാണ് 50% ടൈംസ് എ ആയിരിക്കും ജോലിയിൽ ഉണ്ടാവുക, ദെൻ 30% ടൈം ബി ആണ് ജോലിയിൽ ഉണ്ടാവുന്നത്, 20% ടൈം സി ആണ് ജോലിയിൽ ഉണ്ടാകുക എന്നാണ് പറഞ്ഞിരിക്കുക. അതിനുശേഷം പറയുകയാണ് ഡിഫക്റ്റീവ് ഐറ്റം ഈസ് പ്രൊഡ്യൂസ്ഡ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് വാസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ എന്നാണ്. അപ്പോൾ നോക്കുക, നമുക്കൊരു ഡിഫക്റ്റീവ് ഐറ്റം കിട്ടി എങ്കിൽ അത് പ്രൊഡ്യൂസ്ഡ് ബൈ ഓപ്പറേറ്റർ എ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡിഫക്റ്റീവ് ഐറ്റം കിട്ടുക എന്ന് പറയുമ്പോൾ 3 രീതിക്ക് കിട്ടാം. ഒന്നില്ലെങ്കിൽ എ ഡിഫക്റ്റീവ് ഐറ്റം പ്രൊഡ്യൂസ് ചെയ്താകാം, അല്ലെങ്കിലോ ബി പ്രൊഡ്യൂസ് ചെയ്താകാം, അല്ലെങ്കിലോ സി പ്രൊഡ്യൂസ് ചെയ്താകാം. അപ്പോൾ ഇവിടെ നമുക്ക് 3 ഇവൻറ്റ്സ് ഉണ്ട്. നമുക്ക് എന്താണ് ബേസ് ഇയർ ഉപയോഗിച്ച് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ E1 ആദ്യത്തെ ഇവൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ആരാണ്? അയാൾ എ ആണ് എന്ന് പറയാം അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം ഓപ്പറേറ്റർ ഈസ് എ ആണ് എന്ന് പറയാം. E2 എന്ന് പറയുന്നത് നമുക്ക് പറയാം ഓപ്പറേറ്റർ എന്ന് പറയുന്നത് അത് ബി ആയിരുന്നു എന്ന് പറയാം. E3 എന്ന് പറയുന്നത് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് അത് സി ആണ് എന്നും നമുക്ക് പറയാനായിട്ട് പറ്റി. ഇനി നോക്കാം, നമ്മൾ ഇവൻ്റ് എ എടുക്കും. അപ്പോൾ ഇവൻ്റ് എ എടുക്കുമ്പോൾ എന്താണ്? ഡിഫക്റ്റീവ് ഐറ്റം കിട്ടി എന്നുള്ളതാണല്ലേ. അപ്പോൾ നമുക്ക് പറയാം ഡിഫക്റ്റീവ് ഐറ്റം ഈസ് പ്രൊഡ്യൂസ്ഡ് അല്ലേ. ഡിഫക്റ്റീവ് ഐറ്റം
ഡിഫക്റ്റീവ് ഐറ്റം പ്രൊഡ്യൂസ്ഡ് അല്ലേ, പ്രൊഡ്യൂസ്ഡ് എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റി. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫോർമുലയുടെ ഡിനോമിനേറ്റർ നമുക്ക് എഴുതുമ്പോൾ പി ഓഫ് E1 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E1 എന്ന് പറഞ്ഞു, പ്ലസ് പി ഓഫ് E2 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E2 പ്ലസ് പി ഓഫ് E3 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E3 എന്നാണ് വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ കേസിൽ ഓപ്പറേറ്റർ എ ആയിരിക്കണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലേ, ഓപ്പറേറ്റർ എ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുക. അത് നമ്മൾ E1 എന്നാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ന്യൂമറേറ്ററിൽ വരുന്നത് E1ൻ്റെ കാര്യമാണ്. സോ പി ഓഫ് E1 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E1 എന്നുള്ളത് നമ്മൾ ന്യൂമറേറ്ററിൽ എഴുതി. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആളപ്പാരായിട്ട് മാറി, അത് പി ഓഫ് E1 ഗിവൺ എ എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ നോക്കുമ്പോൾ ഡിനോമിനേറ്റർ ആദ്യം എഴുതിയേക്കാം അല്ലേ. അപ്പോൾ ഡിനോമിനേറ്റർ എഴുതുമ്പോൾ പി ഓഫ് E1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിരിക്കണം, ഓപ്പറേറ്റർ എ ആയിരിക്കണം എന്നാണ് പറയുക. അപ്പോൾ നോക്കിയപ്പോൾ മൊത്തം അവിടെ ഉള്ളതിൻ്റെ 50% ടൈമും എ ആണ് ജോലി ചെയ്തിട്ടുള്ളത്. അപ്പോൾ അയാളുടെ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ അയാൾ ആകാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ 50/100 ആണ് എന്ന് പറയാം. അതിനുശേഷം അയാൾ ഡിഫക്റ്റീവ് ഐറ്റം പ്രൊഡ്യൂസ് ചെയ്യണം അല്ലേ. അപ്പോൾ അതിൻ്റെ പേഴ്സൻറ്റേജ് എന്താണ്, 1% ആണ്. സോ നമുക്കവിടെ 1/100 എന്ന് എഴുതാനായിട്ട് പറ്റി. ഇനി നോക്കുക, രണ്ടാമത്തെ ബി എന്ന് പറയുന്ന ആൾ അവിടെ ജോലിയിലുണ്ടാവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 30% ടൈം എന്നാണ് പറഞ്ഞിരിക്കുക. പ്രോബബിലിറ്റി നമ്മളിവിടെ 30/100 എന്ന് പറഞ്ഞു. അയാൾ ഡിഫക്റ്റീവ് ഐറ്റം പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 5% ആണ്. സോ 5/100 എന്നാണ് അവിടെ വരിക. ഇനി സി ജോലിയിലുണ്ടായിരുന്നത് 20% ടൈമാണ്. പ്രോബബിലിറ്റി എഴുതുമ്പോൾ 20/100 ആണ്. അവിടുത്തെ ഡിഫക്റ്റീവിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 7 ആണല്ലേ. അപ്പോൾ നമ്മൾ പ്രോബബിലിറ്റി എഴുതുമ്പോൾ 7/100 എന്നാണ് വരിക. അതിൽ എയുടെ കാര്യമാണ് ന്യൂമറേറ്ററിൽ വേണ്ടത്. സോ നമുക്കവിടെ 50/100 ഇൻറ്റു 1/100 എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്ററിൽ 10,000 ഉണ്ട്. അപ്പോൾ ഞാൻ ഡയറക്റ്റ്ലി അത് കട്ട് ചെയ്ത് കളയാണ്. അപ്പോൾ ന്യൂമറേറ്ററിൽ നോക്കുമ്പോൾ ബാക്കി എന്തുണ്ട്, 50 × 1 അല്ലേ, 50 എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് 50 പ്ലസ് ഇവിടെ നോക്കുക 150 എന്ന് പറഞ്ഞു. ദെൻ നമുക്കവിടെ 140 എന്നാണ് വരുന്നത്. അപ്പോൾ ഞാൻ ചെയ്ത് വേറെ ഒന്നുമല്ല, രണ്ടിടത്തും ഡിനോമിനേറ്ററിൽ ഉണ്ടായിരുന്ന എല്ലാ ടൈംസിൻ്റെയും ഡിനോമിനേറ്റർ 10,000 ആയിരുന്നു. അതിനെ ഡയറക്റ്റ്ലി കട്ട് ചെയ്ത് ഒഴിവാക്കി എന്ന രീതിയിൽ ഞാൻ എഴുതി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് 50 ഡിവൈഡ് ബൈ, ഇവിടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം, നമുക്ക് 340 എന്നാണ് കിട്ടുക. അപ്പോൾ നമുക്ക് 10 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5/34 എന്നാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. 12ാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, എ പാക്ക് ഓഫ് 52 പ്ലേയിങ് കാർഡ്സിൽ നിന്നും ഒരു കാർഡ് ലോസ്റ്റ് ആയി പോയി എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം ബാക്കിയുള്ള കാർഡ്സിൽ നിന്നും നമ്മൾ 2 കാർഡ് എടുത്തു. ആ 2 കാർഡ്സ് ഡയമണ്ട്സ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ദ ലോസ്റ്റ് കാർഡ് ബീയിങ് ഡയമണ്ട് എന്നാണ്. അപ്പോൾ നോക്കുക, നമുക്ക് ആദ്യം നമ്മുടെ കയ്യിൽ നിന്ന് ഒരു കാർഡ് മിസ്സായി പോയി. അത് ഡയമണ്ട് ആകാം, ഡയമണ്ട് അല്ലാതെ ആകാം. പക്ഷേ അതിന് ശേഷം എടുക്കുന്ന 2 കാർഡ്സ് എന്താണ്, അത് ഡയമണ്ട്സ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കുക, ആദ്യത്തെ ഡയമണ്ട് പോയി, ദെൻ ബാക്കി 2 ഡയമണ്ട് ആണ് കിട്ടണം എന്നെടുക്കാം. അല്ലെങ്കിൽ ആദ്യത്തെ പോയത് ഡയമണ്ട് അല്ല, പിന്നെ കിട്ടുന്നത് 2ഉം ഡയമണ്ട് ആണ്. അങ്ങനെ 2 കേസാണ് ഇവിടെ വരിക ഡിനോമിനേറ്ററിൽ. അതിൽ ആദ്യത്തെ കേസ് നമുക്ക് ന്യൂമറേറ്ററിൽ എഴുതണം. എനിവേ ബേസ് തിയറം തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ E1 എന്ന് പറഞ്ഞ ഇവൻ്റ് ആയിട്ട് അവിടെ ലോസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ഡയമണ്ട് ആണ് എന്നെടുക്കാം. സോ ലോസ്റ്റ് കാർഡ് ഈസ് ഡയമണ്ട് എന്ന് നമ്മൾ എടുത്തു. ദെൻ E2 എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം, ആ കാർഡ് എന്തായിരിക്കരുത്, അത് ഡയമണ്ട് ആകരുത് എന്നാണ് അല്ലേ. E2 എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം ലോസ്റ്റ് കാർഡ് ഈസ് നോട്ട് എ ഡയമണ്ട് അല്ലേ. അപ്പോൾ അത് ഡയമണ്ട് അല്ല എന്നെടുക്കാം. അതിനുശേഷം നമ്മൾ എ എന്ന് പറഞ്ഞ ഇവൻ്റ് എടുക്കുമ്പോൾ അതെന്താണ്, ആ 2 കാർഡ്സും ഡയമണ്ട് തന്നെ ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കുക, അവിടെ എഴുതുമ്പോൾ നമ്മൾ എഴുതേണ്ടി വരും ഡ്രോൺ കാർഡ്സ് അല്ലേ. അവിടെ എടുക്കുന്ന പിന്നെ എടുക്കുന്ന കാർഡ്സ് എന്തായിരിക്കണം, അത് 2ഉം ഡയമണ്ട് ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ നമ്മൾ എഴുതി ഡ്രോൺ കാർഡ്സ് ആർ ഡയമണ്ട് എന്നെടുത്തു. ഇനി നമ്മൾ ഫോർമുല എഴുതുമ്പോൾ ഡിനോമിനേറ്ററിൽ പി ഓഫ് E1 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E1 എന്ന് എഴുതി, പ്ലസ് പി ഓഫ് E2 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E2 എന്ന് എഴുതി. ഇതിൽ നമുക്ക് വേണ്ടത് എന്താ, ഇവിടെ നമുക്ക് ഡയമണ്ട് ആണ് മിസ് ആവേണ്ടത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് നമ്മൾ E1 എന്നാണ് എടുത്തിരിക്കുക. അപ്പോൾ ഈ കേസ് അല്ലേ, പി ഓഫ് E1ൻ്റെ കേസാണ് ന്യൂമറേറ്ററിൽ വേണ്ടത്. സോ പി ഓഫ് E1 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E1 എന്ന് എഴുതി. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അപ്പോൾ പി ഓഫ് E1 ഗിവൺ
എ എന്നുള്ളതാണ്. പിന്നെ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നോക്കുക P(E1) എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, നമ്മുടെ കയ്യിൽ നിന്ന് ലോസ്റ്റ് ആയ കാർഡ് ഡയമണ്ട് ആയിരിക്കണം അല്ലേ. അപ്പോൾ നോക്കുക, നമുക്ക് മൊത്തം 52 കാർഡ്സിൽ 13 കാർഡ്സാണ് ഡയമണ്ട്. അപ്പോൾ അതിൽ ഡയമണ്ട് പോകണമെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി എഴുതുമ്പോൾ എന്താ കിട്ടുക, നമുക്ക് 13/52 എന്നാണ് കിട്ടുന്നത്. അതിനുശേഷം ഇനി എടുക്കണ 2 കാർഡ്സ് എന്തായിരിക്കണം, അത് ഡയമണ്ട്സ് ആയിരിക്കണം അല്ലേ. അപ്പോൾ നോക്കുക, നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ഡയമണ്ട് പോയി, ദെൻ ഇനി നമ്മൾ എടുക്കുന്നത് 2 ഡയമണ്ട് ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ നോക്കുക, എടുക്കുന്നതിൽ ആദ്യത്തത് ഡയമണ്ട് ആവുക എന്തായിരിക്കും പ്രോബബിലിറ്റി നോക്കുക, ദെൻ രണ്ടാമത്തെ ഡയമണ്ട് ആവാൻ എന്താണ് പ്രോബബിലിറ്റി നോക്കുക. എന്താണ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നില്ല അല്ലേ. അപ്പോൾ നോക്കുക, ഞാൻ എടുക്കുന്ന ആദ്യത്തെ കാർഡ് എനിക്കിനി ഡയമണ്ട് കിട്ടണമെങ്കിൽ അവിടെ ഇനി എത്ര കാർഡ്സേ ഉള്ളൂ, അവിടെ 12 ഡയമണ്ടേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇവിടെ 12, ടോട്ടലിലോ 51 ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അവിടെ 51 എന്ന് എഴുതി. ഇൻറ്റു അടുത്ത കാർഡ് എന്തായിരിക്കണം, അതും ഡയമണ്ട് ആയിരിക്കണം അല്ലേ. അപ്പോൾ നോക്കുക, അവിടെ ഇനി 11 ഡയമണ്ടേ ഉള്ളൂ, ടോട്ടലിൽ 50 എന്നാണ് വരിക. അപ്പോൾ നോക്കുക, ഞാൻ ആദ്യം എടുത്തത് ഇവിടെ 13/52 എന്ന് പറയണത് അത് ലോസ്റ്റ് കാർഡ് ഡയമണ്ട് ആവാനുള്ള പ്രോബബിലിറ്റി ആണ്. ദെൻ അവിടെ എഴുതിയിരിക്കുന്ന 12/51 ഇൻറ്റു 11/50 എന്ന് പറയുന്നത് അതെന്താണ്, അവിടെയുള്ള 2 കാർഡ്സും ഞാൻ എടുക്കുന്നത് ഡയമണ്ട് ആകാനുള്ള പ്രോബബിലിറ്റിയാണ്. ഇനിയോ പ്ലസ് അടുത്തതിൽ പറഞ്ഞിരിക്കുന്നത് നോക്കുക, P(E2) എന്ന് പറഞ്ഞാൽ ലോസ്റ്റ് കാർഡ് ഡയമണ്ട് ആകരുത് അല്ലേ. അപ്പോൾ ഡയമണ്ട് 13 ഉള്ളതെങ്കിൽ അതല്ലാത്ത 39 കാർഡ്സ് അവിടെ ഉണ്ടാവും. ആ കാർഡ്സിൽ ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ എനിക്ക് പറയാം അത് ലോസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് അത് ഡയമണ്ട് അല്ല എന്ന് പറയാം അല്ലേ. അപ്പോൾ അവിടുത്തെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, അത് 39/52 എന്നാണ് വരിക. അതാണ് ലോസ്റ്റ് കാർഡ് ഈസ് നോട്ട് എ ഡയമണ്ട് എന്ന് പറയുന്ന പ്രോബബിലിറ്റി. ഇനി എന്ത് ചെയ്യുകയാണ്, ഇനി നമ്മൾ അവിടെ നിന്ന് എടുക്കുന്ന 2 ഡയമണ്ട് ആയിരിക്കണം അല്ലേ. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ അതിൽ ആദ്യത്തെ ഡയമണ്ട് ആവുക എന്ന് പറയുമ്പോൾ ഇനി അവിടെ 13 ഡയമണ്ട് ഉണ്ട്. പക്ഷേ ടോട്ടൽ എത്രയേ ഉള്ളൂ, 51 ഉള്ളൂ അല്ലേ. ഓൾറെഡി ഒരെണ്ണം പോയി, അത് ഡയമണ്ട് അല്ല പോയത്, പക്ഷേ ഒരെണ്ണം ടോട്ടലിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ അവിടെ 51 ഉള്ളൂ. ഡയമണ്ട്സ് എത്രയുണ്ട്, 13 തന്നെയുണ്ട്. അതുകൊണ്ട് അവിടെ ഇനി വരാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 13/51 ആണ്. ഇൻറ്റു ഇനി അടുത്തത് എന്താവണം, അതും ഡയമണ്ട് ആവണം അല്ലേ. അപ്പോൾ ഈ ഒരെണ്ണം എടുത്താൽ പിന്നെ അവിടെ 12 ഡയമണ്ട് ഉണ്ടാകത്തുള്ളൂ. ടോട്ടൽ പക്ഷേ എന്തായിട്ട് മാറിയിട്ടുണ്ടാവും, അതവിടെ 50 ആയിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ നോക്കുക, ഇവിടുത്തെ കേസിൽ ആദ്യം ഡയമണ്ട് മിസ്സാവാനുള്ള പ്രോബബിലിറ്റി ഇതാണ്, ദെൻ ബാക്കി 2 ഡയമണ്ട് ആവാനുള്ള പ്രോബബിലിറ്റിയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അല്ലെങ്കിലോ ഇവിടെ ഡയമണ്ട് അല്ല നമ്മുടെ അടുത്ത് മിസ്സായി പോയത്, ബാക്കി 2 എനിക്ക് കിട്ടുന്നത് ഡയമണ്ട് ആവാനുള്ള പ്രോബബിലിറ്റിയാണ് ഞാൻ അവിടെ എഴുതി വെച്ചിരിക്കുക. ഇനി ഇതിൽ നമുക്ക് എന്താ വേണ്ടത്, അവിടെ പോയ കാർഡ് ഡയമണ്ട് ആയിരിക്കണം എന്നുള്ളതാണല്ലോ കേസ്. അപ്പോൾ ആദ്യത്തെ കേസാണ് നമുക്ക് ന്യൂമറേറ്ററിൽ എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ 13/52 ഇൻറ്റു 12/51 ഇൻറ്റു 11/50 എന്നുള്ള കേസാണ് നമ്മൾ ന്യൂമറേറ്ററിൽ എഴുതുക. ഇനി നമുക്കതിനെ സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ നോക്കിയപ്പോൾ എല്ലായിടത്തും ഡിനോമിനേറ്റർ 52 × 51 × 50 ആണല്ലേ. ഇവിടെയുണ്ട് ഇവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ്ലി ഒഴിവാക്കി കളഞ്ഞിട്ട് ബാക്കി എഴുതുകയാണ്. എന്ന് പറഞ്ഞാൽ 13 × 12 × 11 ഡിവൈഡ് ബൈ 13 × 12 × 11 പ്ലസ് 39 × 13 × 12 എന്നാണ് ഇപ്പോൾ ഞാൻ എഴുതുക. അങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ 13 ഉണ്ട്, ഇവിടെ 12 ഉണ്ട്, ഇവിടെ 13 ഉണ്ട്, ഇവിടെ 12 ഉണ്ട്, ഇവിടെ 13 ഉണ്ട്, ഇവിടെ 12 ഉണ്ട്. അതുകൊണ്ട് ഞാൻ ആ 13 × 12നെയും കട്ട് ചെയ്യാനായിട്ട് പോവാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിനോമിനേറ്ററിൽ നിന്ന് 13 × 12 വെളിയിലെടുത്തു. ബാക്കി ആരുണ്ട്, അവിടെ 11 ഉണ്ട്, പ്ലസ് ഇവിടുന്ന് 13 12 പോയാൽ ബാക്കി 39 ആണുള്ളത്. അങ്ങനെ വന്നപ്പോൾ നമുക്ക് 13 കട്ട് ചെയ്യാം, 12ഉം കട്ട് ചെയ്യാനായിട്ട് പറ്റി. സോ ദാറ്റ് ഈസ് ഈക്വൽ 11 എന്നാണ് ന്യൂമറേറ്റർ. ഇവിടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 50 എന്ന് കിട്ടി. സോ 11/50 എന്നാണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. 13ാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ പറയണത് എ എന്ന് പറയുന്ന ഒരാൾ ട്രൂത്ത് സംസാരിക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 4/5 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു കോയിൻ ടോസ് ചെയ്തു. അതിനുശേഷം എ പറയുകയാണ് അയാൾക്ക് ഹെഡ് കിട്ടി എന്ന് അയാൾ പറയുകയാണ്. അപ്പോൾ അയാൾ റിപ്പോർട്ട് ചെയ്തു എന്നാണ് പറഞ്ഞത്. അയാൾക്ക് ഹെഡ് കിട്ടിയെന്ന് അയാൾ റിപ്പോർട്ട് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുക. എങ്കിൽ അവിടെ ശരിക്കും ഹെഡ് ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളവിടെ റിപ്പോർട്ട് ചെയ്ത് ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 രീതിയിൽ റിപ്പോർട്ട് ചെയ്യാം. എങ്ങനെയാണ്, അയാൾക്ക് അവിടെ ഹെഡ് കിട്ടിയിട്ട് അയാൾ സത്യം പറഞ്ഞാൽ അത് ഹെഡാണ് എന്ന് റിപ്പോർട്ടായി, അല്ലെങ്കിലോ അയാൾക്ക് ടെയിൽ കിട്ടിയിട്ട് അയാൾ ഹെഡ് കിട്ടിയെന്ന് അയാൾക്ക് റിപ്പോർട്ട് ചെയ്യാം അല്ലേ. എന്ന് പറഞ്ഞാൽ നുണ പറയാം. അങ്ങനെ വരുമ്പോഴും നമുക്ക് ഹെഡ് കിട്ടി എന്നുള്ള റിപ്പോർട്ടിംഗ് ആയി. അപ്പോൾ 2 കേസസിലാണ് അങ്ങനെ ഹെഡ് കിട്ടിയെന്ന് റിപ്പോർട്ട് വരിക. അതിൽ ശരിക്കും ഹെഡ് കിട്ടിയിട്ട് കറക്റ്റായിട്ടുള്ള സത്യം പറഞ്ഞാൽ അതെന്ത് എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ E1 E2 എന്നൊക്കെ എഴുതുകയാണെങ്കിൽ E1 എന്ന് പറയുന്നത് അതെന്താണ്, അവിടെ നമുക്ക് ഔട്ട്കം എന്ന് പറഞ്ഞാൽ ഹെഡാണ് എന്ന് പറയാം. സോ ഔട്ട്കം ഈസ് ഹെഡ് അല്ലേ, ഔട്ട്കം എന്ന് പറഞ്ഞാൽ ഹെഡാണ് എന്ന് പറയാം. E2 എന്ന് പറയുമ്പോൾ അവിടെ ഔട്ട്കം എന്ന് പറയുന്നത് അതെന്താണ്, അത്
ടെയിൽ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റി. ഇനി എ എന്ന് പറയുമ്പോൾ അവിടെ എ റിപ്പോർട്ട്സ്, അയാൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ഹെഡ് കിട്ടി എന്നുള്ളതാണ്. അതിനെയാണ് നമ്മൾ ഇവന്റ് എ എന്നെടുക്കുക. അപ്പോൾ നമുക്ക് എഴുതാം എ റിപ്പോർട്ട്സ് എ ഹെഡ് അല്ലേ, ഹെഡ് കിട്ടിയെന്ന് അയാൾ റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതിനെയാണ് നമ്മൾ എ എന്ന് പറഞ്ഞ് ഇവന്റ് ആയിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ എപ്പോഴും ഇവിടെ ഇവന്റിനെ എ എന്ന് തന്നെയാണ് എഴുതാറുള്ളത്. അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കേണ്ട കേസിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞു വരുമ്പോൾ ആ പി ഓഫ് E1 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E1 ആണ് പ്ലസ് പി ഓഫ് E2 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E2 അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിനോമിനേറ്റർ. അതിൽ വരുന്നത് ഇവിടുത്തെ കേസിൽ E1ൻ്റെ കേസ് തന്നെയാണ്. സോ പി ഓഫ് E1 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E1 എന്നുള്ളത് തന്നെയാണ് ന്യൂമറേറ്ററിൽ കണ്ടുപിടിക്കേണ്ട ആൾ. അപ്പോൾ ആരാ പി ഓഫ് E1 ഗിവൺ എ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ പറയണത് പി ഓഫ് E1 എന്ന് പറഞ്ഞാൽ എന്താണ്, ഔട്ട്കം ഹെഡ് ആവണം എന്നാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതെന്താണ്, അത് 1/2 ആണ്. ദെൻ നോക്കുക അയാൾ അവിടെ ഹെഡ് കിട്ടി എന്ന് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഹെഡ് കിട്ടിയിട്ട് ദെൻ ഹെഡ് കിട്ടി എന്ന് റിപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അയാൾ എന്ത് ചെയ്യണം, അയാൾ സത്യം പറയണം. സത്യം പറയാനുള്ള പ്രോബിലിറ്റി എന്താണ്, അത് 4/5 എന്നാണ് തന്നിരിക്കുക. പ്ലസ് ഇനിയോ പി ഓഫ് E2 എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ടെയിൽ കിട്ടണം. അപ്പോൾ ടെയിൽ കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ത് തന്നെയാണ്, 1/2 ആണ്. പക്ഷേ അവിടെ ഹെഡ് കിട്ടിയെന്ന് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ ടെയിൽ കിട്ടിയെങ്കിൽ അയാൾ എന്ത് ചെയ്യണം, അയാൾ നുണ പറയണം. അപ്പോൾ 4/5 കേസിൽ സത്യം പറയുമെങ്കിൽ ബാക്കി 1/5 അയാൾ ലൈ ചെയ്യും എന്നാണ് വരിക. അതുകൊണ്ട് ഇവിടെ നമ്മൾ 1/5 എന്നാണ് എഴുതുന്നത്. ഇതിൽ ആദ്യത്തെ കേസ് ന്യൂമറേറ്ററിൽ വേണമെന്ന് പറയുമ്പോൾ 1/2 ഇൻറ്റു 4/5 എന്നാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4/10 ഡിവൈഡ് ബൈ 4/10 പ്ലസ് 1/10 എന്നാണ് വരിക. സോ 4/10 ഡിവൈഡ് ബൈ 5/10 എന്ന് വന്നു. 10 കട്ട് ചെയ്തപ്പോൾ 4/5 എന്നാണ് ഇവിടെ ആൻസർ കിട്ടണത്. അങ്ങനെ നോക്കിയപ്പോൾ ഓപ്ഷൻ എ ആണ് അല്ലേ, ഓപ്ഷൻ എ ആണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ കിട്ടണത്. അപ്പോൾ ഒരു കാര്യമുണ്ട്, ഈ 4/5 ആയതുകൊണ്ട് അത് തന്നെയാണ് ആൻസർ എന്നൊരിക്കലും പറയാനായിട്ട് പറ്റില്ല. ഈ എക്സാമ്പിളിൽ നമുക്ക് കിട്ടിയ കോയിൻ ടോസ് ചെയ്യുന്ന കേസിലായതുകൊണ്ടാണ് അവിടെ ഇത് രണ്ടും 1/2 ആയി വന്നതുകൊണ്ടാണ് ഇവിടെ നമുക്ക് 4/5 തന്നെ ആൻസർ കിട്ടിയത്. ഇനി ഡൈ ഒക്കെയാണ് എറിയണമെങ്കിൽ അവിടെ ആൻസർ മാറും. അതുകൊണ്ട് ഒരിക്കലും ഇവിടെ സത്യം പറയാനുള്ള പ്രോബിലിറ്റി തന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ആൻസർ എന്നും ഒരിക്കലും എഴുതി വയ്ക്കരുത്. 14ാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എയും ബിയും രണ്ട് ഇവൻറ്റ്സ് ആണ്. അവിടെ എ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പി ഓഫ് ബി നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ തന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാണ് കറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അവിടെ നമുക്ക് ഓപ്ഷൻസിലൊക്കെ പി ഓഫ് എ ഗിവൺ ബി കാണാനുണ്ട്. അപ്പോൾ നമ്മൾ പി ഓഫ് എ ഗിവൺ ബിയുടെ ഫോമിൽ എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്, അത് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പി ഓഫ് ബി എന്നാണ് നമുക്ക് തന്നിരിക്കുക. അപ്പോൾ ഈ കേസിൽ എ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് ബി എന്നാണ് തന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള ആളാണല്ലേ, അതാരായിരിക്കും, അത് എ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അതുകൊണ്ട് ഇവിടെ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിക്ക് പകരം നമ്മൾ പി ഓഫ് എ എന്ന് എഴുതുകയാണ്. സോ പി ഓഫ് എ ഡിവൈഡ് ബൈ പി ഓഫ് ബി എന്നാണ് പി ഓഫ് എ ഗിവൺ ബി കിട്ടണത്. അങ്ങനെ നോക്കിയപ്പോൾ ഓപ്ഷൻ എയിലോട്ട് നോക്കിയപ്പോൾ അങ്ങനെ അല്ല തന്നിരിക്കുന്നത്, നേരെ തിരിച്ചാണ്. അതുകൊണ്ട് ഓപ്ഷൻ എ അല്ല ആൻസർ എന്ന് മനസ്സിലായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ പി ഓഫ് ബിനെ ലെഫ്റ്റിലോട്ട് കൊണ്ടുവരാം. സോ പി ഓഫ് എ ഗിവൺ ബി ഇൻറ്റു പി ഓഫ് ബി ആണ് ഇവിടെ പി ഓഫ് എ എന്ന് നമുക്ക് കിട്ടുക. അങ്ങനെ നോക്കി ഇനി ഓപ്ഷൻസിലോട്ട് നോക്കുമ്പോൾ ഇവിടെ പി ഓഫ് എ ഗിവൺ ബി ലെസ് ദാൻ പി ഓഫ് എ എന്നതുണ്ട്. അടുത്തതിൽ തന്നിരിക്കുന്നത് പി ഓഫ് എ ഗിവൺ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പി ഓഫ് എ എന്നുമാണ് തന്നിരിക്കുക. അപ്പോൾ നോക്കുക, നമ്മൾ ഈ പി ഓഫ് ബിയുടെ വാല്യൂ നോക്കുമ്പോൾ അത് നമുക്ക് മാക്സിമം എത്ര വരെ വരാം, അത് മാക്സിമം 1 വരെ അല്ലേ, മാക്സിമം 1 വരെയാണ് വരാനായിട്ട് വരിക. അങ്ങനെ വരുന്ന കേസിൽ പി ഓഫ് എ ഗിവൺ ബിയും പി ഓഫ് എയും ഈക്വൽ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി നോക്കുക, അതിലും ചെറിയൊരു വാല്യൂ വന്നതായിരിക്കും. പി ഓഫ് ബിക്ക് 1/2 ആണ് വന്നതെന്ന് വെറുതെ വിചാരിച്ചാൽ പി ഓഫ് എ ഗിവൺ ബി ഇൻറ്റു 1/2 എന്ന് വരും. അങ്ങനെ വരുമ്പോൾ പി ഓഫ് എ എന്ന് പറയുന്നത് എന്താവും, അത് ചെറുതായി പോവുകയാണ് ചെയ്യുക അല്ലേ. ഇവിടെ നമ്മൾ ഇയാളെ ഇവിടെയുള്ള പി ഓഫ് എ ഗിവൺ ബിനെ നമ്മൾ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പി ഓഫ് എ എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്യണം, അത് ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കേസിൽ പി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഗ്രേറ്റർ ആണ് ആരേക്കാളും, പി ഓഫ് എയിനേക്കാളും. അതുകൊണ്ട് നമുക്കിവിടെ പി ഓഫ് എ ഗിവൺ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പി ഓഫ് എ എന്ന് പറഞ്ഞ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ നോക്കുക, നമ്മളിവിടെ പി ഓഫ് എ ഗിവൺ ബിയുടെ ഫോമുല എഴുതി അതിനുശേഷം തന്നിരിക്കുന്ന കണ്ടീഷൻ നോക്കിയപ്പോൾ എ സബ്സെറ്റ് ഓഫ് ബി എന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞത് എ ആണ് എന്നെടുത്തത്. അങ്ങനെ ഇവിടെ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്കിവിടെ ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് കിട്ടിയത്. അപ്പോൾ നോക്കുക, ഈ വീഡിയോയിൽ നമ്മൾ 8 മുതൽ 14 വരെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്